VM സൂപ്പർ വാല്യൂ ഒരുക്കിയ ഫെസ്റ്റിവൽ സ്കീമിന്റെ ആദ്യ നറുക്കെടുപ്പ് ഏപ്രിൽ 20 സൂപ്പർ വാല്യൂവിൽ വെച്ച് നടത്തുന്നു. കൂടാതെ 1000 രൂപയടച്ച ഇപ്പോൾ ചേരുന്നവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. VM സൂപ്പർ വാല്യൂ ചേലക്കര. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ ചുരുക്കത്തിൽ അറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ദേശമംഗലത്ത് വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുകശ്ശേരി തച്ചുകുന്ന തച്ചോത്ത് വീട്ടിൽ 72-കാരിയായ സഫിയയാണ് മരിച്ചത്. മരണം കൊലപാതകമെന്ന സംശയം. ദേശമംഗലത്തെ വയോധികയുടെ മരണത്തിൽ ദുരൂഹത. കടുകശ്ശേരി തച്ചുകുന്ന തച്ചോത്ത് വീട്ടിൽ 72-കാരിയായ സഫിയയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ. സഫിയയുടെ ശരീരത്തിൽ സ്ഥിരമായി കാണാറുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും ശരീരത്തിൽ ചെറിയ മുറിപ്പാടുകളുണ്ടെന്നുള്ളതും മരണത്തിൽ ദുരൂഹത സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. തനിച്ചു താമസിക്കുന്ന വയോധികരുടെ സംരക്ഷണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PI ഷാനവാസ്. ദേശമംഗലത്ത് വയോധികയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം റൈറ്റ് വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ജാഗ്രത പാലിക്കണമെന്നും PI ഷാനവാസ്. ചേലക്കരയിൽ സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. പല ബസ്സുകളും സ്റ്റാൻഡുകളിലേക്ക് കയറാത്തതുമൂലം യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് പൊരിവെയിലത്ത്. അധികാരികൾ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം. ചേലക്കരയിൽ സജീവമായി വിഷു വിപണി. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി തുടങ്ങി. മേടച്ചൂടിനൊപ്പം വിഷു വിപണിക്കും ചൂട് പിടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവിലാമല കുത്താമ്പുള്ളിയിൽ നടന്ന ഇരട്ട വോട്ടിനെതിരെ NDA പരാതി നൽകി. കടമാൻകോട്ടിൽ സുന്ദർരാജ് എന്നയാൾക്കെതിരെയാണ് പരാതി. സുന്ദർരാജിനെതിരെ തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. പട്ടാമ്പി പാലത്തിന് താഴെ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഒരു പുരുഷന്റെ മൃതദേഹം. മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി പോലീസ്. ചെറുതുരുത്തി സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന നടന്നു. ബൈബിൾ അപ്പോസ്തലന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റെജിൻ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പാട്ടുകുർബാനയിലും തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിലും പങ്കാളികളായി. പ്രാഥമിക മതപഠനം മദ്രസകളിൽ തന്നെയാവട്ടെയെന്ന വാഴക്കോട് മഹല്ല് ഖത്തീബ് ഹംസ ഭാഗവി. മുള്ളൂർക്കര റേഞ്ചിലെ മുഴുവൻ അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച പാഠപുസ്തക ശില്പശാലയും തൊഴിയൂർ ഉസ്താദിന്റെയും PT ഉസ്താദിന്റെയും അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് യാത്രയയപ്പും നടന്നു. വടക്കാഞ്ചേരി ബാർ അസോസിയേഷന്റെ വാർഷികം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് KU പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാർലിക്കാട് നൈമിഷാരണ്യത്തിലെ സഭാനികേതനിൽ നടന്ന ശ്രീശുകീയം ശിബിരോത്സവം സമാപിച്ചു. ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാന്റെ അധ്യക്ഷൻ സ്വാമി ഭൂമാനന്ദ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. സമാപനമായത് കുട്ടികളുടെ സർവ്വതോന്മുഖമായ കഴിവുകളെ ഉണർത്തുന്നതിനായി കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ചടങ്ങിന്. ഒറ്റപ്പാലത്ത് ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന നാരീശക്തി വന്ദൻ ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമ്മേളനം നടന്നത്. ജനാധിപത്യത്തിൽ സ്ത്രീ ശക്തിക്ക് അർഹമായ പ്രാധാന്യം ലഭിക്കുന്ന കാലഘട്ടമാണിതെന്ന് സമ്മേളനം വിലയിരുത്തി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. VM സൂപ്പർ വാല്യൂ ഒരുക്കിയ ഫെസ്റ്റിവൽ സ്കീമിന്റെ ആദ്യ നറുക്കെടുപ്പ് ഏപ്രിൽ 20 സൂപ്പർ വാല്യൂവിൽ വെച്ച് നടത്തുന്നു. സ്കീമിൽ ചേർന്ന ഇതുവരെ മുടക്കമില്ലാതെ തവണകൾ അടച്ചവർ ഈ നറുക്കെടുപ്പിൽ അർഹരായിരിക്കും. ഇനിയും മുടക്കമുള്ളവർ ഏപ്രിൽ 20 മുൻപ് തന്നെ തവണകൾ അടച്ചു തീർത്ത് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം നേടൂ. നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് 1ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 2ാം സമ്മാനമായി TV തുടങ്ങി 10ഓളം സമ്മാനങ്ങളും. കൂടാതെ 1000 രൂപയടച്ച ഇപ്പോൾ ചേരുന്നവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. ഫെസ്റ്റിവൽ ഓഫറിലേക്ക് ഏവരെയും VM സൂപ്പർ വാല്യൂ സ്വാഗതം ചെയ്യുന്നു. VM സൂപ്പർ വാല്യൂ ചേലക്കര. ഫോൺ 9447670162.